ഫുട്ബോൾ ആരാധകർ ഏറെ കാത്തിരിപ്പോടെ ആവേശത്തോടെ കാത്തിരുന്ന ആ മത്സരം, അതെ, ബുസ്കസ് അറേനയിൽ ഏറ്റുമുട്ടിയ UCL ഫൈനൽ മത്സരം ഓരോ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ രാത്രിയിൽ അരങ്ങേറിയിരുന്നത്. ഒരു ഭാഗത്ത് ഫ്രഞ്ച് വമ്പന്മാരായ PSG, അതെ, ലീഗ് 1-ൽ എന്നും ചരിത്രങ്ങൾ മാത്രം തീർത്ത് ശീലമുള്ള PSG തന്നെ UCLന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരുപാട് വർഷങ്ങളായി അവർക്ക് കിരീടമൊന്നുമില്ലായിരുന്നു. എന്നാൽ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു കഴിഞ്ഞ വർഷം PSG കിരീടം നേടിയത്. ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ PSG കിരീടം ചൂടി. അതിന് തൊട്ടടുത്ത വർഷം PSG ഒരിക്കൽ കൂടെ ഫൈനലിലേക്ക് എത്തുന്നു. വീണ്ടും പ്രതീക്ഷകളേറെയാണ്. കഴിഞ്ഞ സീസണിൽ നേടിയ കിരീടം നിലനിർത്താൻ തന്നെയാണ് PSG വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ലൂയിസ് എൻറിക്കിന്റെ കീഴിൽ ബാഴ്സലോണ യൂറോപ്പിൽ ചരിത്രം തീർത്തത് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അയാൾ PSG നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം വീണ്ടും യൂറോപ്പിൽ ചരിത്രങ്ങൾ തീർക്കാൻ തന്നെ ഒരുങ്ങുകയാണ്. മറുഭാഗത്ത് ആർസനലാണ്. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ചരിത്രം എഴുതുന്ന പ്രീമിയർ ലീഗിൽ ഇത്തവണ ചരിത്രങ്ങൾ തീർത്ത ടീമാണ് ആർസനൽ. പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെയും തകർത്തുകൊണ്ട് അവർക്ക് ഈ വർഷത്തെ പ്രീമിയർ ലീഗ് ചൂടിയിരുന്നു. സാക്ഷാൽ ആർസൻ വെംഗറിന് കീഴിൽ ആർസനൽ യൂറോപ്പിൽ ചരിത്രം തീർത്തതൊക്കെ ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിയാത്തതാണ്. തിയറി ഹെൻറിയും വാൻ പെർസിയും എല്ലാം അടങ്ങുന്ന ആർസനലിന്റെ സ്ക്വാഡ് അന്ന് യൂറോപ്പിനെ തന്നെ അടക്കി ഭരിക്കുന്ന കാലഘട്ടമായിരുന്നു. എന്നാൽ വർഷങ്ങളോളം ആർസനലിന്റെ മോശ കാലഘട്ടമായിരുന്നു. എന്നാൽ വീണ്ടും തിരിച്ചു വന്ന് അവരുടെ പ്രതാപത്തിലേക്ക് അവർ തിരികെ വരികയായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന ചിന്തയെന്ന് വെച്ചാൽ ആർസനലിന് ഒരു UCL ട്രോഫി പോലും തങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അത് ആർസനൽ ആരാധകർക്ക് വലിയൊരു നിരാശ തന്നെയായിരുന്നു. എന്നാൽ ചരിത്രങ്ങൾ തീർത്തുകൊണ്ട് പ്രീമിയർ ലീഗിൽ കിരീടം നേടി ഇനി UCL ഫൈനലിൽ കിരീടം നേടാൻ തന്നെ ആർസനൽ പടിയൊരുങ്ങി വരികയാണ്. ഇരു ടീമിന്റെയും കാര്യം എടുത്തു നോക്കിയാൽ ഇരു ടീമുകളും ശക്തർ തന്നെയായിരുന്നു. ആര് വിജയിക്കും ആ മത്സരത്തിൽ എന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥ. മത്സരത്തെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തി മത്സരത്തിന്റെ 5-ാം മിനിറ്റിൽ തന്നെ ഹാവർട്സ് ലക്ഷ്യം കാണുന്നു. അതെ, ആർസനൽ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം. വർഷങ്ങളോളം അവർ കാത്തിരുന്ന സ്വപ്നത്തിലേക്ക് ഇതാ അവർ കുതിക്കുകയാണ്. മത്സരത്തിന്റെ 5-ാമത്തെ മിനിറ്റിൽ തന്നെ ഗോൾ നേടിക്കൊണ്ട് അവർ ആ സ്വപ്നത്തെ പൂവണിയിക്കാൻ പോകുന്നു. അവരുടെ വർഷങ്ങളായുള്ള സ്വപ്നം ഇതാ സാക്ഷാത്കരിക്കാൻ പോകുന്നു. പിന്നീട് ആവേശകരമായി മത്സരം ആരംഭിക്കുന്നു. ആർസനൽ ഒരു ഗോളിന് വിജയിച്ച് നിൽക്കുക തന്നെയാണ്. മത്സരത്തിനുടനീളം ഇരു ടീമുകളും ശക്തമായി തന്നെ വീണ്ടും കളിക്കുന്നുണ്ട്. PSG ഗോൾ നേടി മത്സരത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. ആദ്യ പകുതി അവസാനിക്കുമ്പോഴും മത്സരം 1-0 എന്ന സ്കോറിൽ ആർസനൽ വിജയിച്ചു നിൽക്കുകയായിരുന്നു. ആർസനൽ ഏകദേശം വിജയം ഉറപ്പിച്ചതുമാണ്. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് തന്നെ അവർ മത്സരത്തിലേക്ക് ഉറ്റുനോക്കുന്നു. നാം പ്രതീക്ഷിക്കുന്നത് പോലെയല്ല വിധി വരിക. അതെ, മത്സരത്തിന്റെ 64-ാം മിനിറ്റിൽ PSG ഒരു മുന്നേറ്റം കാണാം. എന്നാൽ അത് അവസാനിക്കുന്നത് ഒരു പെനാൾട്ടിയിലായിരുന്നു. ആർസനൽ ആരാധകരുടെ ഹൃദയം തകർക്കുന്ന നിമിഷം. കിക്കെടുക്കാൻ വരുന്നത് സാക്ഷാൽ ഓസ്മാൻ ഡെംബെലയാണ്. അത് PSG വേണ്ടി കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം ഈ സീസണിലും നിലവിലെ ബാലൻ ഡോർ ജേതാവായ അയാൾക്ക് അത് പിയക്കുന്നില്ല. മനോഹരമായി തന്നെ അയാൾ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുമ്പോൾ അവിടെ തകർന്നു വീഴുന്നത് ആർസനൽ ആരാധകരുടെ പ്രതീക്ഷകളായിരുന്നു. PSG ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഇതാ മത്സരത്തിൽ ഒരു ഗോളിന് തോറ്റുകിടുന്നതിന് ശേഷം ഒരു ഗോൾ നേടിക്കൊണ്ട് അവർ മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ഓരോ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം. അങ്ങനെ ആവേശകരമായ UCL ഫൈനൽ സമനിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇരു ടീമുകളും ഓരോ ഗോൾ നേടിക്കൊണ്ട് മത്സരം 90 മിനിറ്റും അവസാനിക്കുന്നു. എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകളും ശക്തമായി തന്നെ കളിക്കുന്നുണ്ട്. അതെ, ആ മത്സരത്തിലെ വിജയികളെ കണ്ടെത്തി ട്രോഫി നേടാൻ തന്നെ ഇരു ടീമുകളും കളിക്കുമ്പോഴും ഇരു ടീമിന് നിർഭാഗ്യമെന്നോണം ഗോളുകളൊന്നും നേടാൻ കഴിയുന്നില്ല. അങ്ങനെ മത്സരത്തിലെ വിജയികളെ കണ്ടെത്താൻ ഇനി പെനാൾട്ടി ഷൂട്ടൗട്ടാണ് മുൻപിൽ. അത് ലോക ഫുട്ബോൾ ആരാധകരെല്ലാവരും ആ സ്റ്റേഡിയത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. വേറും വാശിയും ഒരുപോലെ നിറഞ്ഞാടിയ UCL ഫൈനൽ ഒടുക്കം അവസാനിക്കുമ്പോൾ മത്സരത്തിലെ വിജയികളാകുന്നത് PSG ആണ്. ഓരോ ആർസനൽ ആരാധകരെയും നിരാശപ്പെടുത്തുന്ന നിമിഷം. അത് PSG ആരാധകരെ രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം. കഴിഞ്ഞ സീസണിൽ അവർ നേടിയ ആദ്യ ചാമ്പ്യൻസ് ലീഗ് ഒരിക്കൽ കൂടി ഇത് അവർ നേടിയിരിക്കുന്നു. വർഷങ്ങളായി ചാമ്പ്യൻസ് ലീഗ് ഇല്ലാത്തവർ ഇതാ അടുപ്പിച്ച് 2 ചാമ്പ്യൻസ് ലീഗുകൾ നേടിയിരിക്കുന്നു. ഓരോ PSG ആരാധകരെയും PSG താരങ്ങളെയും രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം തന്നെയായിരുന്നു അത്. എന്നാൽ മറുഭാഗത്ത് ആർസനൽ ആരാധകരുടെ നിരാശയെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് വർഷങ്ങളായി അവർ കൊതിച്ച കിരീടമായിരുന്നു. അത് ഒരു കൈയകലെ ആ കിരീടം അവർക്ക് ലഭിച്ചതുമാണ്. എന്നാൽ നിർഭാഗ്യമെന്നോണം ആ കിരീടം അവർക്ക് നേടാൻ കഴിയുന്നില്ല. ഓരോ ആർസനൽ ആരാധകന്റെയും ഹൃദയം തകരുന്ന നിമിഷങ്ങൾ. എന്നാൽ വർഷങ്ങളായി ഫുട്ബോൾ ഇങ്ങനെ തന്നെയാണല്ലോ. ഒരു ഭാഗത്ത് സ്വപ്നങ്ങൾ പൂവണിയുമ്പോൾ മറുഭാഗത്ത് അവർ നെയ്ത സ്വപ്നങ്ങൾ തകരുന്നതൊക്കെ നോക്കി നിൽക്കേണ്ട അവസ്ഥ മറുഭാഗത്ത് ചിലർക്ക് വരുന്നു. യൂറോപ്പിൽ ചരിത്രം തീർത്ത ആ UCL ഫൈനലും ഇത് അവസാനിച്ചിരിക്കുന്നു. അതെ, ലോക ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം സാക്ഷിയാക്കിക്കൊണ്ട് PSG കിരീടം ചൂടിയിരിക്കുകയാണ്.